ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാക്കു ഗൾഫിൽ പോകാട്ടോ. അപ്പോൾ ഓന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കാട്ടിയതാണിത്. വെളിച്ചെണ്ണ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇറച്ചി 5 കിലോനാണ് വാങ്ങിയിരിക്കുന്നത്. അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് മല്ലി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിവിടെ പൊടിച്ചെടുത്തതാണ് മഞ്ഞൾപ്പൊടി, അതും ചേർത്ത് കൊടുക്കുക. നമ്മൾ കാശ്മീരി ചില്ലിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അവന് തീരെ എരിവ് പറ്റില്ല, അതുകൊണ്ട് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് ഗരം മസാലയും, പിന്നെ കല്ലുപ്പ്, പച്ചമുളക് കീറിയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഉണക്കിയ മാതിരി ആയി കിട്ടണം, എന്നാലേ ഉള്ളൂ കേട് കൂടാതെ അടുക്കത്തുള്ളൂ. 5 മണിക്കൂർ വെയിറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഉണക്കിയ മാതിരി ആക്കണം. അപ്പോൾ മസാല തേച്ചോട് വെച്ചിട്ടുണ്ട്. നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ 2 വട്ടം ആക്കിയാണ് വേവിക്കണത്. 5 കിലോ ഉണ്ടായതുകൊണ്ട് 2 പ്രാവശ്യം ആക്കിയാട്ടോ വേവിക്കണത്. പിന്നെ ഇറച്ചി വേവുന്നത് ഒന്ന് വിസിലടുപ്പിക്കുക കേട്ടോ. ഞങ്ങളിവിടെ 2 വിസിലടുപ്പിച്ചു. ഇനി നമ്മൾ മസാലക്കുള്ളതാണ് ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല ഒക്കെയാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. പിന്നെ പൊളിക്കാത്ത വെളുത്തുള്ളി അതിലേക്ക് ഇടുന്നുണ്ട്. തോല് പൊളിക്കരുത് കേട്ടോ, അത് വേറെ ടേസ്റ്റാണ്. തോല് പൊളിക്കാതെ അങ്ങനെ ചതച്ചിടുന്നത്. ഇനി നമുക്ക് ഉരുളിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടതൊന്ന് ഈ ഉള്ളികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. കണ്ട തൊലിക്കാതെ വെച്ച ഉള്ളി ചതച്ചതാട്ടത്. എൻ്റെ വലിയ കാക്കു കേട്ടോ ഗൾഫിക്ക് പോണത്. ചെറിയ കാക്കുവിന് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അതും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി അറിയിക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇറച്ചിൻ്റെ വേവിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ കമ്മിയുണ്ട്, അതാണ് ക്ലിയറായി കിട്ടാത്തത് കേട്ടോ. നമുക്ക് അതിലത്തെ നീരൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഒന്ന് ഉണങ്ങിയ മാതിരി ആക്കിയെടുക്കണം കേട്ടോ. നമ്മൾ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ആക്കിയെടുക്കണം, എന്നാലും പൊതിയാനൊക്കെ പറ്റുള്ളൂ. നമ്മൾ ചൂടാറാൻ വെച്ചേക്കാണ്. ഇനി നമുക്ക് ഉണ്ണിയപ്പം നെയ്യപ്പമൊക്കെ ഉണ്ടാക്കണം. അതിനുള്ള മാവ് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒക്കെ ഉണ്ടാക്കി റെഡി ആയിട്ടുണ്ട്. ഇനി പാക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത്. ചൂടാറിയിട്ട് ഏകദേശം. ഇനി വേപ്പിൻ്റെ എല്ലാം നമുക്ക് അവിടേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. പിന്നെ കാക്കുവിന് നെയ്യ് വേണം പറഞ്ഞു, അപ്പോൾ നെയ്യും കൊണ്ടുപോണ്ട്. അവിടുത്തെ നെയ്യ് ഭയങ്കര വിലയായതുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോകണം കേട്ടോ. പിന്നെ ഈ കുപ്പിയിലാക്കി വെച്ചത് പൂളപ്പൊരിയാണ്, പൊടിഞ്ഞു പോവാതൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കണം കേട്ടോ. പിന്നെ അച്ചാറുണ്ട്. അച്ചാറൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, എന്നാലും കൊണ്ടുപോയി ഒക്കെ പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. പിന്നെ പൂള, പിന്നെ ഒരു ചെരുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോകണത്. ഇത് പിന്നെ നമ്മളെ എണ്ണ ഫ്രീസ് ചെയ്തെടുത്തതാണ്. ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, മറ്റു ചെരുക്ക് കൊണ്ടുപോയാൽ അതിനുള്ളിലേക്ക് കയറ്റൂല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. നമ്മളിവിടെ ഇറച്ചിൻ്റെ അതൊക്കെ പൊതിയാണ്. വാഴൻ്റെ ഇല വാട്ടി എടുത്തിട്ടാണ് പൊതിയുന്നത് കേട്ടോ. കാക്കു ആട്ടോ പൊതിയണത്. എൻ്റെ വലിയ കാക്കാണ് പോകുന്നത്. രാത്രി 12 മണിക്കാണ് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ.